Hej hej! Shasha-vloggen! Det är min elev. Love you. Thank you! Youngshi, Tian. I want to eat masala dosa. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. There is no Bible. ഹേ ഹേ, ഇന്ന് ജൂൺ 6 സ്വീഡൻ്റെ നാഷണൽ ഡേ ആണ്. അപ്പം ഞാനിവിടെ ലാംഗ്വേജ് ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ ഇന്ന് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം ഈ സ്വീഡൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ കൺട്രീസിലെ ആൾക്കാരെയും ഭയങ്കര വെൽക്കമിങ് ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും നമ്മളുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് പോകണമെന്നാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്പീച്ച് ഉണ്ട് ഇന്ന്. അവൾ സ്വീഡിഷ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവളും ഞാനും പഠിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അവൾ സ്പീച്ച് പറയുന്നുണ്ട്, ഞാൻ സ്പീച്ചൊന്നും പറയുന്നില്ല. അപ്പം അവളും നല്ല ഇന്ത്യൻ പഞ്ചാബി ഗേളാണ്. അവൾ സ്വീഡിഷിൽ സ്പീച്ച് പറയും. അത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് ലാംഗ്വേജ് ക്ലാസ്സിലെ എല്ലാ ടീച്ചേഴ്സിനെയും എല്ലാവരെയും കാണാൻ പറ്റും. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ ഇപ്പം ഞാൻ ഒരു 2 ലെവൽ കഴിഞ്ഞു. അപ്പം ആ ഒരു ടീച്ചേഴ്സിനെയും എല്ലാവരും ഉണ്ടാവും ഇന്ന് പരിപാടി കുറച്ച് നേരത്തെ ആയിരുന്നു പറഞ്ഞത്. ബട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായി. കുറച്ച് ഇത്രയും ഒരുങ്ങിയൊക്കെ വരണമല്ലോ. ആദ്യം ഞാൻ നോർമൽ ഒരു കമ്മലൊക്കെ ഇട്ടിട്ടായിരുന്നു ഇറങ്ങിയത്. പക്ഷേ പിന്നെ അവൾ തന്നെ വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ അവളെ കണ്ടപ്പം അവളെടുത്ത് പിടിച്ച് നിൽക്കണമല്ലോ. അതുകൊണ്ട് കുറച്ച് ആർഭാടായിക്കോട്ടെ വിചാരിച്ചു. ജിത്തേട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ? ജിത്തേട്ടൻ ഒരിക്കലും ഒന്നും പറയാനുണ്ടാവാറില്ല. എനിക്കാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുമുണ്ട്. ഇന്ന് നല്ല വെതറാണ് ഇവിടെ. അത്ര നല്ലതല്ലെങ്കിൽ പോലും ഒരു സണ്ണൊക്കെ ഉണ്ട്, കുറച്ച് ലൈറ്റൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് ഹാപ്പിയാണ് ഞാൻ. എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സണ്ണ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ അല്ലാത്ത ടൈമിലൊക്കെ ഭയങ്കര ഒരു വിഷമമാണ് എനിക്കറിയില്ല അത് എന്താണെന്ന്. ഇവിടുത്തെ വെതറിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാണ് മഴ പെയ്യുക അല്ലെങ്കിൽ എപ്പോഴാണ് തണുപ്പാവാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും ഒരുങ്ങി ഏർപ്പാടായി പോകുന്നുണ്ടെങ്കിലും ഒരു കോട്ട് ഇതാ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് കാണിച്ചു തരാം. ഈ വഴിയാണ്, ഇതെപ്പോഴും കാണുന്നൊരു വഴിയായിരിക്കും. കാരണം ഈ വഴി പോയാലാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം പാർട്ടിലയാണ്. അപ്പം പാർട്ടിലേൻ്റെ സെൻട്രൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. കണ്ടോ, ഇവിടെ ഒരു മോളൊക്കെ ഉണ്ട്. സോ ഇതാണ് നമുക്ക് നടന്നു പോകാനുള്ള വഴി. ഇത് കണ്ടോ, സൈഡിൽ നല്ല ഭംഗിയുള്ള കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മളുടെ ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും നമ്മളുടെ ഫ്രണ്ടിൽ കൂടെ പോവാണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുന്നതായിരിക്കും. അത് ജസ്റ്റ് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് പണ്ടൊക്കെ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ പോകാനും ഇവിടെയുള്ള ആൾക്കാർ നോക്കുക അങ്ങനത്തെ ഒക്കെ ഒരു പേടിയല്ല, ഒരു എന്തോ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി നമ്മളൊന്നും ആരും മൈൻഡാക്കുന്നൊന്നുമില്ല. സോ നമ്മളെങ്ങനെ ഒരുങ്ങിപ്പോയാലും അതൊരു പ്രശ്നമുള്ളതല്ല. അതുകൊണ്ട് പിന്നെ പക്ഷേ ഞാൻ എപ്പോഴും ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ കൾച്ചർ വേണം എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല. അപ്പം ഞാൻ എപ്പോഴും ഇവിടെ വന്നിട്ടും എനിക്ക് ഇന്ത്യയിലെ പോലെ ഡ്രസ്സ് ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞ് നിൽക്കുകയല്ല. എനിക്ക് ഇപ്പോൾ ഒരു ഫങ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വന്നു, അപ്പം ഒരുങ്ങി പോവാനും അപ്പോൾ ഇവിടെ ഉള്ളവർക്കും അതിഷ്ടമാണ്. പക്ഷെ നമ്മൾ ചില ആൾക്കാർ ഈ നാട്ടിൽ പോയി പിന്നെ അത് കൊളാക്കുന്ന രീതിയിലാവരുത്. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് തന്നെ ഇങ്ങനെ തളർത്തും. അതൊന്നും മൈൻഡാക്കണ്ട. പക്ഷെ എനിക്ക് പറയാനുള്ളതൊക്കെ പറയും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് വന്നോന്ന് വെച്ചിട്ട് നമുക്ക് എന്തായാലും നമ്മൾ ഇന്ത്യൻസാണ്. നമുക്ക് എന്തുകൊണ്ടും ഒരിക്കലും ഫുള്ളി അവരെ പോലെ ആവാനും പറ്റില്ല. എന്തൊക്കെ ശ്രമിച്ചാലും നമ്മൾ അവരല്ല. നമ്മളുടെ കൾച്ചറിനെയും ഇഷ്ടപ്പെടണം. മീൻസ് അത് മറന്നു പോകരുത്. പിന്നെ ഇവിടെ വന്നിട്ട് എപ്പോഴും നമ്മളുടെ കൾച്ചർ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ലല്ലോ അതിൻ്റെ ഒരു ശരി. അപ്പോൾ ഇവരുടെ കൾച്ചറിനെ നശിപ്പിക്കാതെ നമുക്ക് നമ്മളുടെ കൾച്ചർ കൊണ്ട് നടക്കാൻ പറ്റണം. ഞാൻ ക്ഷീണിച്ചു നടന്ന്. ഇനി ബാക്കി അവിടെ നിന്ന് കാണിച്ചു തരാം വീഡിയോസൊക്കെ.
നാഷണൽ ഡേ പ്രമാണിച്ച് ഇവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. എന്താണെന്ന് ഒന്നൊന്നായി പോയി നോക്കണം. തൽക്കാലം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചിട്ട് പരിപാടിയൊക്കെ നോക്കണം. ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഫ്ലാഗിൻ്റെ കളർ ബലൂൺ എല്ലാം വെച്ചിട്ടുണ്ട്. Mia har sjungit, då sjunger vi de 2 verserna tillsammans. En stor applåd. Vad jag kände när jag kom hit. Jag vill också berätta vad jag känner nu. Jag kom till Sverige år 2024. Min första vecka har väldigt roligt. Hej! Det är min lärare. Det är min elev. എൻ്റെ ഈവനിങ് ക്ലാസ്സിലെ ടീച്ചറാണ് ഈ സൈഡിലുള്ളത്. പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാനും മായയും ഹായ് ഹായ് ഗൈസ്. അപ്പം ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. ചെറുതായിട്ട് വീട്ടിൽ പോയി. ഞാൻ ഇവരുടെ കൂടെ ഇനി കുറച്ച് കറങ്ങാനൊക്കെ പോവാണ്. ഞങ്ങൾക്കൊരു പുതിയ ഫ്രണ്ടിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വഴിയൊക്കെ അറിയാണ്ട് ഏതൊക്കെയോ വഴി കൂടിയൊക്കെ നടന്ന് വരുമായിരുന്നു. ഹർസിമ്രാൻ്റെ സ്പീച്ച് ഉണ്ടായി. ഭയങ്കര അടിപൊളിയായിരുന്നു. അവൾ സ്വീഡിഷ് നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചു. ഹൗ യു ഫീൽ? I don't know, but you know. Okay, it's too much. Sasha vloggen! I don't know. I can't say Oh. anything Chinese. I can say my name. What is your name? Yangshi Tiantia. Okay. Then in Swedish your name? Amahia. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഹർസിമ്രാൻ്റെ വീട്ടിൽ പോവാണ്. ഓക്കെ ഗൈസ്, നൗ വി ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ് ടീ ചായ്. She don't know what she's going to make, so she's going to make Indian chai. Oh my god. Sun papdi? Yeah, I know. This is Harsimran's chai. You like this sun papdi? Indian sweet. Indian dessert. Är det pistagenötter? Har du lämnat någonting? Chai is Here is your just bye bye. Bye bye. അപ്പം സ്പീച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഷീ ഈസ് വെരി പ്രൗഡ് ഓഫ് ഹെർ സെൽഫ്. എന്നുവെച്ചാൽ നന്നായി അവൾ സംസാരിച്ചു. ഷീ കാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്. ദിവസം ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവൾ നന്നായിട്ട് അവളുടെ ബെസ്റ്റാണ് അവൾ പറഞ്ഞത് സ്പീച്ചിൽ. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ സ്വീഡനിൽ വന്നിട്ട് 2 വർഷം ആയിട്ടേ ഉള്ളൂ. അപ്പം അവൾ ഇത്രയും നന്നായി സ്വീഡിഷ് പറഞ്ഞു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഇത്ര അടിപൊളിയായിട്ടൊന്നും പറയാൻ അറിയില്ല. എന്നാലും ഈ ഒരു കോൺഫിഡൻസ്
ഐ എം പ്രൗഡ് ഓഫ് യു. ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക് യു. ഞാൻ നല്ല ക്ഷീണിച്ചു. കുറേ അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. ഞങ്ങൾ കുറേ വീഡിയോ എടുത്തു, കുറേ ഗെയിം കളിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. എനിക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ടെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു. പിങ്ക് കളർ എനിക്ക് നന്നായി ചേരുന്നുണ്ടെന്ന്. ആൻഡ് എനിക്ക് തോന്നുന്നുണ്ട് അത് നല്ല രസമുണ്ടായി. ഈ ഡ്രസ്സ് ഇട്ട് കുറച്ച് ഒരുങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരുമല്ലോ, ഇത് രസമുണ്ട് എന്നല്ലേ. അതെ, ഈ ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എൻ്റെ ഹസ്ബൻഡ് അമ്മ വാങ്ങി തന്ന ഡ്രസ്സാണ്. പുള്ളിക്കാരത്തിൻ്റെ സെലക്ഷനാണിത്. നൈസല്ലേ? പിന്നെ ഇതിന് കുറച്ച് വർക്കൊക്കെ ഹസ്ബൻഡ് ചേച്ചി വെച്ച് തന്നിട്ടുണ്ട്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് തലേ ദിവസം ഇടാൻ വേണ്ടി വാങ്ങിയ ഡ്രസ്സാണ്. അപ്പം ഞാൻ അതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഒരു വല്ല ഫങ്ഷനൊക്കെ ഇടാമല്ലോ വിചാരിച്ചു. ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞു ഇന്ത്യൻ കൾച്ചർ, അവൾ സ്പീച്ച് പറയുന്നു. അപ്പോൾ ഇന്ത്യൻ ഒരു കോസ്റ്റ്യൂമിൽ വരാൻ പറ്റുമോ? സാരി ഇടാനാണ് പറഞ്ഞത്, പക്ഷെ അത്രയ്ക്ക് വേണ്ടല്ലോ വെച്ചിട്ട് ഞങ്ങൾ സൽവാറാക്കി. അപ്പോൾ ആ ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്നെയും പഠിപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈവനിങ് ക്ലാസ്സിനാണ് പോകുന്നത്. അപ്പം ആ ടീച്ചറിനെ ഈവനിങ് ക്ലാസ്സിലാണ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പം ആ വീഡിയോ ഒക്കെ, അതിന് ഡീറ്റെയിൽഡ് വീഡിയോ അതിനെക്കുറിച്ചുള്ളതൊക്കെ പിന്നെ ഞാൻ ആഡ് ചെയ്യാം. യെസ്, ഇതെൻ്റെ പുതിയ കമ്മലാണ്. ഞാൻ നേരത്തെ കാണിച്ചു തോന്നുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടത് കോഴിക്കോട് നിന്ന് വാങ്ങിയതാണ്. കാരണം മുട്ടായി തെരുവിലൊക്കെ പോകുമ്പം കുറേ സാധനങ്ങൾ, കമ്മലും കുറേ അങ്ങനത്തെ ആക്സസറീസ് വാങ്ങിക്കാൻ പറ്റും. റീലൊക്കെ എടുത്ത് അടിപൊളിയാണ് ആള്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. ഇനിയിപ്പം ഞങ്ങളൊന്ന് പുറത്ത് കറങ്ങാനൊക്കെ പോവാണ്. യെസ്, ഇനി അവിടെ പുറത്ത് പോകുമ്പോൾ ബാക്കി അത് വീഡിയോയിൽ ബാക്കി കാണിക്കാം. ഞാൻ റെഡിയായി ഗൈസ്. അപ്പോൾ നമ്മുടെ ഹർസിമ്രാൻ ഇവിടെ റെഡി ആവുന്നേ ഉള്ളൂ. എനിക്ക് റെഡി ആവാനൊന്നുമില്ല, ഡ്രസ്സൊന്ന് മാറ്റിയതേ ഉള്ളൂ. ഇനി കമ്മലും ഒന്നും ഇടാൻ വയ്യ, നോർമലായിട്ട് ഇങ്ങനെ നോക്കി. ഇതാണ് സുഖം. ഹർസിമ്രാൻ, this is her real face without makeup. ഹർസിമ്രാൻ എനിക്കിപ്പം മേക്കപ്പ് ഇട്ട് തരാണ്. ജോക്കറിനെ പോലെ ആക്കും. എനിക്ക് ആ കളർ ഇഷ്ടമായില്ല, ഞാൻ ഒക്കെ മായിച്ചു. This is Punjabi. വളയാണ്. വള, Kada. ബാംഗിൾ, This is kada. കട. This is not bangle. No, this is not. Is it gold? What? Wedding ring. Guys! I am crazy, guys. I am crazy. ശരിക്കുള്ള ഒരു ഭ്രാന്തിയാണ്. Guys, I don't know. ശരിയൊന്നു മലയാളം, ശരിയൊന്നു ഇംഗ്ലീഷ്, ശരിയൊന്നു സ്വീഡിഷ്. ഇപ്പോൾ ഓക്കെ ആയി, നോർമലായി. I will take a shower. നോ, ഇനിയിപ്പോൾ അടുത്ത നോക്കട്ടെ. ഹൗ ഇസ് ദിസ്? ഇതല്ലേ നല്ലത്, നോർമൽ വൺ. ഇപ്പം നമ്മൾ രണ്ടാമത് റെഡിയായി പോകാൻ വേണ്ടി പോകാൻ നോക്കുവാണ്. Amanda Falakale. ഇതൊന്നും മലയാളം അറിയാത്തത് കൊണ്ട് നമ്മളുടെ ഭാഷ അങ്ങനെയാണ് അവർ പറയുന്നത്. What you want to eat? I want to eat masala dosa. It's not masala dosa, it's masala dosa.
I want to sit here. ഇപ്പം ഞങ്ങൾ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കോ അങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക. കാരണം മസാല ദോശ കഴിക്കണം എന്നാണ് പറയുന്നത്. ഇന്ന് നല്ലൊരു വെതറാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് തണുക്കുന്നൊന്നുമില്ല. സോ ഞാൻ കോട്ട് കയ്യിൽ തന്നെ പിടിച്ചിട്ടുള്ളത്. നോർത്ത് മാളിലാണുള്ളത്. അപ്പം നമ്മൾ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. എൻ്റെ ദോശ വരാനുള്ള ഒരു ടൈം പോലും ഇല്ല. ഭയങ്കര വിശപ്പാണ്. അതുകൊണ്ട് ഫുൾ വേഗം വേഗം കഴിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് ദോശ. എന്ത് പറഞ്ഞാലും എപ്പോഴും ദോശ ദോശ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. എൻ്റെ ദോശ എന്താ വരാത്തത്? എനിക്കും വിശക്കുന്നത് കണ്ടിട്ട്. അങ്ങനെ എൻ്റെ ദോശ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം ബൈ ബൈ. Guys, no, bye. ബൈ ബൈ ഗൈസ് ബൈ. ഓക്കെ ബൈ. Bye, guys. Bye.